ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മല്ലു മേച്ചൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, അതായത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ കേരളത്തിൽ നിന്നും ജർമ്മനിയിൽ വന്ന് നഴ്സിംഗ് ഔസ്ബിൽഡിംഗ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ടതുപോലെ ജർമ്മൻ നഴ്സിംഗ് റിയാലിറ്റിയാണ്. അതായത് നമ്മൾ പലരും കയറി വരുന്നതിന് മുന്നേ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ചെന്നാൽ നമുക്ക് ഇത്ര രൂപ സ്റ്റൈഫൻഡ് കിട്ടും, അവിടെ ഇങ്ങനെയാണ് നഴ്സിംഗ്, അങ്ങനെയാണ്. പക്ഷേ അതൊക്കെയാണോ റിയാലിറ്റി? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വൈ എവ്രി വൺ ചൂസ് ജർമ്മനി ഫോർ നഴ്സിംഗ്. എന്തുകൊണ്ടാണ് എല്ലാ കുട്ടികളും ജർമ്മനി സെലക്ട് ചെയ്യുന്നത് നഴ്സിംഗിന് വേണ്ടിയിട്ട്? എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ്. ജർമ്മനിയിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നഴ്സിംഗിന് ആൾക്കാർ വളരെ കുറവാണ്. സോ ദേ നീഡ് നഴ്സസ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, അവിടുന്ന് വരുന്ന കുട്ടികളെ നമുക്ക് സ്റ്റൈഫൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻകം തന്ന് നമ്മളെ ഇവിടെ അവർ പഠിപ്പിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്, പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ കരുതും. അതുപോലെ തന്നെ ആണെങ്കിലും നേഴ്സസിനാണെങ്കിലും ഇവിടെ വരുമ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ നല്ലൊരു സാലറി കിട്ടുന്ന സാലറി പാക്കേജ് കാണുമ്പോൾ അവരും ഹാപ്പി ആവും, മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈസ് നഴ്സിംഗ് റിയലി ഈസി ഹിയർ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ജർമ്മനിയിൽ നഴ്സിംഗ് എളുപ്പമാണോ? നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണോ? അതെന്നോട് ചോദിച്ചാൽ ഐ വിൽ സേ രണ്ട് സ്ഥലത്തെയും നഴ്സിംഗ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന നഴ്സിംഗേ അല്ല ഇവിടെ വരുമ്പോൾ നഴ്സിംഗിൻ്റെ രീതിയെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പണിയുണ്ട്. ഈസി വർക്കാണെന്ന് പ്രതീക്ഷിച്ച് വരുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ വരാനേ പാടില്ല. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി നാട്ടിൽ നിന്നേ ഉണ്ടാക്കിക്കൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം നമുക്കിവിടെ 8 മണിക്കൂറാണ്. എൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് 8 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്. ആ 8 മണിക്കൂറിൽ 30 മിനിറ്റാണ് നമുക്ക് ബ്രേക്ക് വരുന്നത്. ആ സമയത്ത് പോലും ആരെങ്കിലും ക്ലിങ്ങൻ ചെയ്യുക എന്ന് പറയും, എന്ന് വെച്ചാൽ അവർ ബെല്ല് ചെയ്യും. ആ സമയത്ത് നമ്മൾ എണീച്ച് പോകണം. ബിക്കോസ് ഞാനൊരു ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും ഞാനിവിടെ ഫസ്റ്റ് ആയതുകൊണ്ടും നമ്മൾ തന്നെ ആദ്യം പോകണം. കാരണം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ തന്നെ ആദ്യം പോകണം. അവർ പറയും നമ്മളോട് പോകാൻ. നമ്മൾ ഓട്ടമാണ്. നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ ഈ 8 മണിക്കൂർ എന്തുമായിരുന്നു ഓടി ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ബിക്കോസ് നമ്മൾക്ക് ഇരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അത്രയും നേരം നമ്മൾ പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു റുട്ടീൻ പോലാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഇന്ന സമയത്ത് ചെയ്ത് പോകും. അപ്പോൾ ജർമ്മൻ നഴ്സിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. അതും നാട്ടിലെ പോലെ തന്നെ ഹാർഡ് വർക്കുള്ള പണിയാണ് ഇവിടുത്തെ നഴ്സിംഗ്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം ഇറ്റ് ഈസ് അബൌട്ട് സാലറി ട്രൂത്ത്. നമ്മൾ ഇവിടെ എത്ര രൂപ നമുക്ക് സാലറി കിട്ടും, പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എത്ര രൂപ ഫസ്റ്റ് മന്ത് സാലറി കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ, അല്ല സ്റ്റൈഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1250 യൂറോ ആണ്. ഇതിൽ നിന്നും 250 യൂറോയോളം നമുക്ക് ടാക്സ് കട്ടാവും. ഈ സാലറി കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഡ്രീം ഫീലൊക്കെ തോന്നും. ഇത്രയും സാലറി കിട്ടുമല്ലോ, അല്ലെങ്കിൽ 1250 യൂറോ. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് 1250 യൂറോ, അപ്പോൾ എനിക്ക് 1,25,000 രൂപയൊക്കെ സാലറി മന്ത്ലി കിട്ടുമല്ലോ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഇവിടുത്തെ ടാക്സ് ഒരു 250 യൂറോസ് കട്ടാവും, നമ്മുടെ റെൻറ്റ്, അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വരുമ്പം ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സീസൺ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മുടെ എനിക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്, ഞാൻ എല്ലാ മാസവും 500 യൂറോ നാട്ടിലേക്ക് അയക്കാറുണ്ട്. 100 യൂറോ എൻ്റെ കയ്യിൽ വെച്ചിട്ട് 500 യൂറോ ഞാൻ നാട്ടിലേക്ക് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ആവറേജ് സ്റ്റുഡൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് പറ്റും. പക്ഷേ ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ കിട്ടാൻ പോകുന്നില്ല. അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആദ്യമേ വന്നിട്ട് നമ്മൾ റിച്ച് ആവും എന്നുള്ള പ്രതീക്ഷ വരരുത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ നമ്മൾ ആ ഒരു വഴിക്ക് ചിന്തിച്ചിട്ടേ ഇങ്ങോട്ട് വരാവും. അല്ലാതെ ആദ്യം തന്നെ 1250 യൂറോ സാലറി ഉണ്ടെന്നും പറഞ്ഞ് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇങ്ങോട്ട് വരരുത്. ഇവിടുത്തെ ചിലവുകളും കൂടെ നമ്മൾ ആലോചിക്കുക.
അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഫ്ലീഗെ ഹൈമുകളിലും എല്ലാം ഇവിടെ എല്ലാ കാര്യത്തിലും പങ്ക്ച്വാലിറ്റി മസ്റ്റാണ്. നമുക്ക് ഇല്ലാത്ത കാര്യവും പങ്ക്ച്വാലിറ്റി തന്നെയാണ്. നമ്മൾ 6 മണിക്ക് കയറേണ്ട ജോലിയാണെങ്കിൽ 6 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം എനിക്ക് എൻ്റെ റൂംമേറ്റിനും കുറച്ച് ലേറ്റായിപ്പോയി. കാരണം നമ്മൾ ഫ്ലീഗെ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യത്തുള്ളൂ, യൂണിഫോമിലോട്ട് മാറത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് വൈകി. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇനി ഇതിവിടെ പറ്റത്തില്ല, കറക്റ്റ് 6 മണിയാകുമ്പോൾ തന്നെ 6 മണിയാകാൻ നോക്കിയിരിക്കാതെ 6 മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തണം എന്നവർ പറഞ്ഞു. സോ പങ്ക്ച്വാലിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ജർമ്മനി. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തു ചെയ്തോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, പങ്ക്ച്വാലിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ. അത് കഴിഞ്ഞ് എപ്പോഴും പേഷ്യൻസിനോട് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അവരിനി എന്തും നമ്മളെ പറഞ്ഞോട്ടെ, പേഷ്യൻസിനോട് എപ്പോഴും റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. കൊളീഗ്സിനോടും ഇവിടെ റെസ്പെക്റ്റും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എക്സ്പെഷ്യലി വിത്ത് പേഷ്യൻസ് നമുക്ക് കിട്ടുന്നവർ ചിലപ്പോൾ ഡിമെൻസ് ഉള്ളവരായിരിക്കാം, അങ്ങനെ പല പല അസുഖങ്ങളുള്ളവരായിരിക്കാം. പക്ഷെ അവരോട് എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളിയേ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, കൊളീഗ്സിനോടായിക്കോട്ടെ പേഷ്യൻസിനോടായിക്കോട്ടെ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് അത്ര പോരായിരിക്കാം. പക്ഷേ അതിവിടെ വരുമ്പം നമ്മൾ പോകെ നമ്മൾ അതിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫസ്റ്റ് മന്ത് വിൽ ബി വെരി 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 ഡിഫിക്കൾട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കിങ് നമുക്ക് അത്ര ബെറ്റർ ആയിട്ടായിരിക്കത്തില്ല നമ്മളിങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് പേഷ്യൻസ് പറയുന്നത് നമുക്ക് മനസ്സിലാവണമെന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ് പറയുന്നതും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനും റെഡി ആയിരിക്കണം. അവർ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടുന്നത് കേട്ട് നമ്മൾ വിഷമിച്ചിരിക്കാതെ നമ്മൾ ബെറ്റർ ആവാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ബെറ്റർ ആവാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുഴപ്പമൊന്നും വരത്തില്ല. ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക. കാരണം അവർക്കും ദേഷ്യം വരും നമുക്ക് ഈ മനസ്സിലാവാത്ത കൂട്ട് നിൽക്കുന്ന കാണുമ്പോൾ. പക്ഷെ അത് പോകെ എന്തായാലും സെറ്റാകും. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിപ്പോൾ ആരോടാണേലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ കമ്മ്യൂണിക്കേഷനും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ മസ്റ്റാണോ എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്. കാണാത്തവരൊന്ന് പോയി കണ്ടേക്കുക. ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ മസ്റ്റാണ്. നഴ്സിംഗ് ഫീൽഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്തായാലും മസ്റ്റാണ്. കാരണം നമ്മൾ ആ പേഷ്യൻസുമായിട്ട് ഡെയിലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണം. സോ ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ജർമ്മനി. ഞാൻ എല്ലാ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഞാനിവിടെ വന്നിട്ട് 6 months ആയി. സ്റ്റിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മന്ത് വരുന്ന ഒരാൾക്ക് എന്തോരം സ്ട്രഗിൾ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്യും. എന്നുവെച്ചാൽ നല്ലോണം സ്ട്രഗിൾ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട് ലാംഗ്വേജിൻ്റെ പ്രശ്നത്തിൽ. അപ്പോൾ ലാംഗ്വേജ് നമ്മളെപ്പോഴും ബെറ്റർ ആക്കിയിട്ട് നാട്ടിൽ നിന്നും വരിക. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് വരാൻ പാടില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ്. ഹൂ ഷുഡ് നോട്ട് കം. ആര് വരാൻ പാടില്ല എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഹാർഡ് വർക്ക് ചെയ്യാൻ വയ്യാത്തവർ, അതുപോലെ പെട്ടെന്ന് റിച്ച് ആവണം എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഉള്ളവർ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരാനേ പാടില്ല. കാരണം ജർമ്മനി നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. നിങ്ങളിവിടെ നല്ലോണം സ്ട്രഗിൾ ചെയ്യും. നിങ്ങളുടെ സമയം പോകും, നിങ്ങളുടെ പൈസ പോകും, എല്ലാം പോകും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാനേ പാടില്ല. ഇനി അടുത്തത് ഹൂ ഷുഡ് കം. ആര് വരാം, ആരൊക്കെ വരാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഹാർഡ് വർക്ക് ചെയ്യാൻ, പെട്ടെന്ന് റിച്ച് ആവണ്ട, പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു നല്ല ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്തിയാൽ മതി. അതുപോലെ നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്താൻ വേണ്ടി നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കിങ്, നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ, എന്നുവെച്ചാൽ നമ്മുടെ നല്ല ഒരു സ്പീക്കിംഗ് സ്കില്ലിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കം. യു വിൽ ബി നോട്ട് ഡിസപ്പോയിൻറ്റഡ്. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് മന്ത് വന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ജർമ്മനിയെ അല്ലായിരുന്നു. പക്ഷെ പോകെ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. എൻ്റെ വിഷമങ്ങൾ മാറി. പക്ഷേ നമുക്ക് ഹോം സിക്നെസ് വരുന്ന സമയങ്ങളും ഉണ്ടാവത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല.
നമുക്ക് നല്ലൊരു തുക വീട്ടിലയക്കാൻ പറ്റും. എനിക്ക് 21 വയസ്സേ ഉള്ളൂ, പക്ഷേ ഞാൻ 500 യൂറോ നാട്ടിലേക്ക് അയക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഹൗ മച്ച് പ്രൗഡ് ഐ വിൽ ബി എന്ന്. ഞാൻ നല്ല പ്രൗഡാണ്. ആ കാര്യം പറയുന്നതിൽ ഞാൻ ഡെഫിനറ്റ്ലി പ്രൗഡാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഇനിയും ഇതിനെ റിഗാർഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ പുതിയ കാര്യങ്ങളോ എല്ലാം അറിയണമെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ച്യൂസ്.